മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് CAG റിപ്പോർട്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെ 18 സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. അടച്ചുപൂട്ടാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ വിറ്റഴിക്കാനും CAG നിർദ്ദേശം. ജനം ബിഗ് ബ്രേക്കിംഗ്. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്നതല്ലാതെ ഈ സർക്കാർ ഒരു വലിയ തോതിൽ കടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പെൻഷനുകൾ മുടങ്ങുന്നു. ഇപ്പോൾ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോകുന്നു. 18ഓളം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്കാണ്. പറയൂ പ്രശാന്ത്. ഗൗതം, സംസ്ഥാനത്ത് 149 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ 149 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 സാമ്പത്തിക നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് CGA, അതായത് സാമ്പത്തിക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് CAGയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ആ കണ്ടെത്തൽ എന്ന് പറയുന്നത്, അതായത് അതിൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നും CAG കണ്ടെത്തുന്നു. അങ്ങനെ പ്രവർത്തനം തന്നെ താളതെടുത്ത നിലയിലേക്ക് എത്തുന്നു എന്നാണ് ഈ കണ്ടെത്തൽ. ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിൻ്റെ ഈ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് വളരെ ഗൗരവമായ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഗൗതം, ഈ സംസ്ഥാനത്തെ ഇടത് സർക്കാർ അവകാശപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ ഇടത് സർക്കാരാണ്. അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വളർച്ച മുന്നോട്ട് പോകുന്നു, സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിരന്തരം പല വേദികളിലും ഈ സർക്കാർ വൃത്തങ്ങളും അതോടൊപ്പം തന്നെ CPM നേതാക്കളടക്കം നിരന്തരം പറയുന്നത്. എന്നാൽ അത്തരം വാദഗതികളെല്ലാം തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ CAGയുടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് 149 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളതിൽ 77 നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. അതിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതാണ് 18 എണ്ണം. അതിൽ നമുക്ക് പ്രധാനമായി പറയുന്ന സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം അവസ്ഥ സമാനമായ രീതിയിൽ തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നഷ്ടത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം എന്നും ഈ ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി തീർക്കും. അതിലും നല്ലത് വിറ്റഴിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്ന് ഈ റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സാങ്കേതിക തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും സാമ്പത്തിക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് വിറ്റഴിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തെ പൊതുമേഖലാ സംവിധാനം തന്നെ താറുമാറാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. പല കാരണങ്ങളാണ് പറയുന്നത്. കാലത്തിനനുസരിച്ച് ഈ പല സ്ഥാപനങ്ങളും മാറാൻ തയ്യാറായില്ല. മാത്രമല്ല, ഇത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളിലെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇതെല്ലാം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സാമ്പത്തിക തളർച്ചയ്ക്ക് കാരണമായി. സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളും ഈ സാമ്പത്തിക നഷ്ടത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ബജറ്റിൽ നിന്നും ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കാത്തതാണ് നല്ലതെന്നും പറയുന്നത്. കാരണം ബജറ്റിൽ നിന്നും പണം അനുവദിച്ചു കഴിഞ്ഞാൽ അതും സാമ്പത്തിക നഷ്ടത്തിൽ കിടക്കുന്ന ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ നിന്ന് പണം അനുവദിക്കുകയാണെങ്കിൽ അത് ആ പണവും ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം. കാരണം അങ്ങനെ ഒരു സാമ്പത്തിക ഇത്തരത്തിൽ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചാൽ അതും ഗുണമുണ്ടാകില്ല എന്നും കണ്ടെത്തൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കാത്തതാണ് നല്ലത് എന്നും CAGയുടെ റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അതിൽ അടച്ചുപൂട്ടൽ പറ്റുന്നില്ല എങ്കിൽ അത് വിറ്റഴിക്കണം എന്ന നിർദ്ദേശം കൂടി CAGയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. നമ്പർ 1 കേരളം രാജ്യത്തിന് മുഴുവൻ മാതൃകയാണെന്ന് ഇവിടെ ഒരു സർക്കാരും മുഖ്യമന്ത്രിയും പറയുമ്പോഴാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നത് എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.